ഹലോ ഹായ് വെൽക്കം ബാക്ക്. ഒരിക്കൽ കൂടി ബെസ്റ്റ് ബാറ്ററി ഹൗസിൻ്റെ സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സൈറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്തത്. കുറച്ച് നീണ്ടുപോകുകയാണെങ്കിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോകരുത്. ഇത് നമ്മൾ 100ാമത്തെ സോളാർ ഇൻസ്റ്റാൾ ചെയ്ത സൈറ്റാണ്. 100ാമത്തെ സോളാർ ഇൻസ്റ്റലേഷൻ നമ്മൾ വളരെ ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സൈറ്റാണ്. അപ്പോൾ ഇതിലേക്ക് വരാനായിട്ട് പ്രത്യേകിച്ചൊരു കാരണം ഉണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു വീട്ടിൽ നമ്മളൊരു കംപ്ലയിൻറ്റ്, ഇൻവെർട്ടർ കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യാൻ ചെന്നപ്പോഴാണ് അവിടെ സോളാർ വെച്ചിട്ട് ഒരു 7-8 കൊല്ലമായി. വലിയൊരു കമ്പനിയാണ് വെച്ചിട്ടുള്ളത്. അത് പ്രോപ്പറായിട്ടുള്ള വർക്ക് ചെയ്യുന്നതല്ല. ഒരു 6 മാസമായിട്ട് വർക്ക് ചെയ്യാണ്ട് അവർ കംപ്ലയിൻറ്റ് കൊടുത്ത് എല്ലായിടത്തും വിളിക്കുകയും മെയിൽ അയക്കുകയൊക്കെ ചെയ്തിട്ടും പോലും ഒരു റെസ്പോൺസ് ഇല്ലാതെ വന്നൊരു സൈറ്റ് കാണിച്ചു. ഞങ്ങൾ ഇൻവെർട്ടർ ബാറ്ററി മാറ്റാനായിട്ട് വന്നാണ്. എനിക്ക് ഗൂഗിൾ വഴി വന്ന ഒരു ഓർഡറാണ്. അപ്പം അന്ന് ആ സൈറ്റിൽ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ സംഭവം സോളാർ പാനലിൻ്റെ വയറുകൾ കൊറോഷനായിട്ട് കട്ടായി പോയതാണ്. അപ്പോൾ അത് കട്ടായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ചാനൽ 3 പാനൽ കൊടുക്കുമ്പോൾ അവർ ഈ 3 പാനൽ ലിങ്ക് ചെയ്തിട്ടുള്ള വയറാണ് കട്ടായിട്ടുള്ളത്. അപ്പോൾ തീരെ ഔട്ട്പുട്ട് കിട്ടാണ്ട് ഒരു 6 മാസം അവരുടെ പ്രൊഡക്ഷനെല്ലാം പോയിട്ട് കിടക്കുകയായിരുന്നു. കമ്പനി വിളിച്ചു കഴിഞ്ഞാൽ ഒരു റെസ്പോൺസും ഇല്ല, മെയിൽ അയച്ചിട്ട് ഒന്നും റെസ്പോൺസില്ല. ഞങ്ങൾ ചെന്ന് നോക്കി, ആ വയർ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുത്തു, സിസ്റ്റം വർക്കിംഗ് ഓക്കെ. അപ്പോൾ സോളാർ വയ്ക്കുമ്പോൾ ഇതേമാതിരിയുള്ള ഒരുപാട് വലിയ കമ്പനികളും അതുപോലെ രജിസ്റ്റേർഡ് അല്ലാത്ത കമ്പനികളുടെയും സോളാർ ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം മുമ്പ് ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പരമാവധി സോളാർ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന തൊട്ടടുത്തുള്ള നല്ല രീതിയിൽ ചെയ്യുന്ന പരിചയമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൈറ്റുകൾ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ റെഫറൻസ് എടുത്തതിന് ശേഷം മാത്രം ചെയ്യുക. ആ വീട്ടിലിപ്പോൾ അത് 6 മാസത്തെ വർക്കിംഗ് അല്ലാതെ കാരണം അവർക്ക് കറണ്ട് ബില്ല് അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് ഫംഗ്ഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെഫറൻസിലാണ് ആളുടെ ബന്ധുവിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഈ സോളാർ വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ 100ാമത്തെ ഇൻസ്റ്റലേഷനാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സർവീസ് ബെറ്റർ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ വർക്കുകൾ കിട്ടുന്നത്. നമ്മളത് അല്ലാണ്ട് വൈഡായിട്ടൊന്നും ചെയ്യുന്നില്ല. തൃശ്ശൂർ ജില്ലയാണ് കൂടുതൽ ചെയ്തു പോകുന്നത്. നമ്മൾ തൃശ്ശൂർ വർക്ക് ചെയ്യാനായിട്ട് എറണാകുളത്ത്, തിരുവനന്തപുരത്ത് നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. കമ്പനിയുടെ പേരും വലുപ്പവും മാത്രമല്ല, സർവീസാണ് നമ്മൾ മെയിൻ ശ്രദ്ധിക്കുന്നത്. അവർ സംഭവം ഒരുപാട് വർക്കുകൾ ചെയ്യും എന്നുള്ള കാര്യങ്ങളും കുറേ മോഹന വാഗ്ദാനങ്ങളും വാറണ്ടിയും കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ അവർ പെട്ടെന്ന് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം വലിയ കുറേ വർക്കുകളാകുമ്പോൾ അവർക്കും എത്തിപ്പെടാൻ പറ്റില്ല. അവർ തൊട്ടടുത്ത് പോയി തിരുവനന്തപുരത്ത് നിന്ന് പറഞ്ഞാൽ തൃശ്ശൂർക്ക് വന്ന് സർവീസ് കൊടുക്കാൻ എളുപ്പമുള്ള കാര്യമാണ്. പരമാവധി തൃശ്ശൂരുള്ള കമ്പനികളെ തന്നെ പരമാവധി നമ്മൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുക, ശ്രദ്ധിക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ആയി. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആളൊരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് നമുക്ക് റെഫറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകണം, ഓൾറെഡി ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കോൺട്രാക്ടർമാരും ഡ്രസ് വർക്ക് ചെയ്യുന്ന ആൾക്കാരും പ്ലംബർമാരൊക്കെയാണ് സോളാർ ചെയ്യുന്നത്. എന്നാൽ ബംഗാളികൾ വരെ സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംഭവം ഇൻസ്റ്റാൾ ചെയ്യാൻ എല്ലാവർക്കും പറ്റും. ഈ പാനൽ ഇങ്ങനെ വെച്ച് വയറിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഇതിൻ്റെ കംപ്ലയിൻറ്റ് വന്നാലോ അതിൻ്റെ ബാക്കി റെഫറൻസ് എന്തൊക്കെയാണ് കമ്പനിയെ വിളിച്ചോളാൻ പറയും. കമ്പനിയൊക്കെ ഇപ്പോൾ ഒരുപാട് വർക്കുകൾ കൊടുക്കുന്ന കമ്പനിയായതുകൊണ്ട് അവർക്ക് ഈ സർവീസിനൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് തരുന്ന ആൾക്കാർ പരമാവധി സർവീസ് അറിയുന്ന ആൾക്കാർക്ക് മാക്സിമം വർക്കുകൾ സപ്പോർട്ട് ചെയ്യാൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഇത്രയധികം വർക്കുകൾ നമ്മുടെ വീട്ടിലെല്ലാം നന്ദി പറയുകയാണ്. അപ്പോൾ ഇതൊരു എല്ലാവരും ശ്രദ്ധിക്കുക. ഈ സോളാർ ചെയ്യുന്ന കേസുകൾ അതിനെ ശ്രദ്ധിക്കുക. വലിയ കമ്പനികൾ, തൃശ്ശൂരിലുള്ള തന്നെ വലിയ കുറേ കമ്പനികൾ വരെ സർവീസ് കൊടുക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ നമ്മളിലുണ്ട്. അപ്പോൾ ആരാന്താണെന്നും നമ്മൾ പറയാൻ പാടില്ല. കാരണം എല്ലാവർക്കും അവരുടേതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സോളാർ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ നമ്പർ കാണിച്ചിട്ടുണ്ട്. ആ നമ്പറിൽ വിളിക്കാം. നമ്മൾ ചെയ്തിട്ടുള്ള സൈറ്റുകൾ നിങ്ങൾക്ക് വന്ന് ആ കസ്റ്റമേഴ്സുമായിട്ട് റിവ്യൂ എടുക്കാം. അവരുടെ റേറ്റും കാര്യങ്ങളും സർവീസും കാര്യങ്ങളൊക്കെ അവരെ ഒന്ന് റിവ്യൂ എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നിർബന്ധം നമ്മൾ ചെയ്യണം, നമ്മൾ വർക്ക് കൊടുക്കണം എന്നുള്ള നിർബന്ധം നമ്മളാരോടും പറയാറില്ല. സൈറ്റ് കണ്ട് നിങ്ങൾക്ക് തൃപ്തിയായതിൻ്റെ റേറ്റും കാര്യങ്ങളും അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും ഒക്കെ താല്പര്യമായതിനു ശേഷം മാത്രം സോളാർ ഇൻസ്റ്റാൾ ചെയ്യുക. ഒരുപാട് ആൾക്കാർ ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരൊക്കെ ഇത് വളരെ ശ്രദ്ധിക്കുക. ബാക്കിയുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.